അവൻ വളരുമ്പോഴേ ഇവരെ പോലൊന്നും ആവരുത് കേട്ടോ. ഈ മാമനുണ്ടല്ലോ മാമൻ, ഈ മാമനെ പോലാവണേ. അളിയൻ്റെ കൺമണിയാണായിരിക്കണം, മാമനെ പോലെ ഇരിക്കണം. അവൻ ജോലിക്ക് പോകാതിരിക്കണം. ആരെ പോലെ ഇരിക്കണമെന്നാ? ആരെ പോലെ ഇരിക്കണമെന്നാ? എന്നെ പോലെ, എന്നെ പോലെ, മാമനെ പോലെ. ആ നന്നായിരിക്കും. വെക്കടാ എന്റെ കൊച്ചിനെ താഴെ. മാമനെ പോലെ ഇരിക്കണമെന്ന്. ചിറ്റപ്പനെ പോലെ ഇരിക്കണേക്കാൾ നല്ലത്. അല്ലെങ്കിൽ വേണ്ട, ഞാൻ ഒന്ന് പറയാം. നീ ബാക്കി പറ. ഓ എന്തിനാ കൂടി പോകും. ഒന്നിലും നിന്നേക്കാൾ സൂപ്പറാ ഞാൻ. അത് ശരിയാണ്, ചേച്ചിയെക്കാട്ടിലും ബെസ്റ്റ് ചിറ്റപ്പനാണ്. പിന്നല്ല പറ, നിനക്ക് ഇപ്പൊ വാങ്ങിച്ചു തരും. അപ്പൊ എനിക്കോ അല്ലെങ്കിൽ കണ്ണനോ? ഇല്ലില്ല, ഇവർക്ക് രണ്ടുപേർക്ക് വാങ്ങിച്ചു കൊടുത്താലേ നിനക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്തേ തരത്തില്ല. നീ ചേച്ചിയുടെ സൈഡിൽ നിന്നില്ല നേരത്തെ. അയ്യേ നാണില്ലല്ലോടാ കൊച്ചു പിള്ളേർക്ക് സിപ്പപ്പ് വാങ്ങിച്ചു കൊടുത്ത് പോക്കി പറയിപ്പിക്കാൻ വേണ്ടി. ആരെത്തുമിണ്ടല്ലോ ആരെ പോലെ ആവരുത് കേട്ടോ. ആരെ പോലെ ആവണം? കണ്ട കണ്ട അമ്മയടുത്ത് പോകാൻ പറ. അമ്മ പോകുന്നില്ല. അമ്മ പോ. എന്താ ഏട്ടത്തി? സാരി എങ്ങനെയുണ്ട്? കൊള്ളാലോ. 100 തരൂ. എന്തിനാടാ? കൊള്ളാന്ന് പറയാനാ. നിന്നോട് ഞാൻ ചോദിച്ചോ? നല്ല രസമുണ്ട്. പുതിയതാണോ? ആ മുത്തവണ്ണ ഇന്നലെ വാങ്ങിക്കൊണ്ട് വന്നാ. ആണോ? കൊള്ളാട്ടോ. നല്ല കളറല്ലേ? ആ നല്ല കളറ്. ഭീഷണിപ്പെടുത്തി വാങ്ങിച്ചല്ലേ? ചേട്ടൻ എൻ്റെ അടുത്ത് ഇന്നലെ പറഞ്ഞായിരുന്നു. ചുമ്മാ ഓരോന്ന് പറയാ. കൊള്ളാമ്മ, അടിപൊളിയായിട്ടുണ്ട്. പക്ഷെ അപ്പച്ചിക്കായിരുന്നു കുറച്ചും കൂടി ശരിയായിരുന്നു. എടി പല്ലി, നീ ഇങ്ങനെ ചേട്ടത്തിയോട് പറയാതെ. ചേട്ടത്തി നിക്കുമ്പോ പറയില്ലല്ലേ? അതെന്താ പല്ലി നീ അങ്ങനെ പറഞ്ഞേ? എന്നെ പല്ലി പല്ലി വിളിക്കലിനെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. പല്ലവി. പല്ലവി. ഇവക്ക് വണ്ണം കുറവേണ്ടാന്ന് നീ അങ്ങനെ പറഞ്ഞേ? അത് പിന്നെ ഉറപ്പല്ലേ. എന്താ എനിക്ക് അവക്കൊക്കെ ഏകദേശം ഒരേ വണ്ണമല്ലേ? അതെ ഏട്ടത്തി, നമുക്ക് ഒരേ വണ്ണ. നോക്കിക്കേടാ, 15 കിലോ ഡിഫറൻസ് അല്ലേ ഉള്ളൂ. അയ്യേ, പിന്നെ നിനക്ക് മുഖത്ത് നോക്കി തടിച്ച് വിളിച്ചാ പോരെ? സുമേഷേ, നീ ചുമ്മാ ഇരുന്നോണം കേട്ടോ. 15 കിലോ എന്ന് പറയുന്ന അത്ര വലിയ ഡിഫറൻസ് ഒന്നുമല്ല. ഏകദേശം ഒരേ വണ്ണോ അല്ലേ? ഞാൻ അത് പോയി മാറിയിട്ടിട്ട് വരാം. അല്ലെ അതൊന്നെ പറഞ്ഞേക്ക്. എന്തോ അപ്പച്ചി ഇത്? എടി ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞതല്ലേ. മോളെ ആമി, അപ്പച്ചി കണ്ണിച്ചോരല്ലേടി. കണ്ണം വളരുമ്പോഴേ എന്തായാലും നിന്നെ പോലെ ഇരിക്കുന്ന സൂപ്പർ. സുമേഷ വേണ്ട കേട്ടോ. സത്യം. തുടങ്ങിയ അവന്റെ അസുഖം. സത്യം. എന്തായാലും എന്തോ വിഷമം വന്നിട്ട് എനിക്ക് തോന്നുന്നു. ആണോ? അല്ലെ അവരങ്ങനെ പോണ്ട കാര്യമില്ല. ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ തോന്നിയൊന്നുമില്ലേ? തുടങ്ങി വെക്കുന്നത് എനിക്ക് തോന്നി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 15 കിലോ ഡിഫറൻസ്. നീ ഒന്ന് പച്ചയ്ക്ക് തടിച്ചെന്ന് വിളിച്ചാൽ തുല്യമായില്ലേ? ഞാനല്ല, നീയാണ് പറഞ്ഞത് ഇൻഡയറക്റ്റ് ആയിട്ട് തടിച്ചെന്ന് വിളിച്ചത്. വെറുതെ കിടന്ന് വഴക്കുണ്ടാക്കണ്ട. എനിക്ക് മനസ്സിലായി ആരാ വിളിച്ചെന്നൊക്കെ. ആരാ വിളിച്ചേ? പറഞ്ഞിട്ട് പോ. നീ തന്നെ വിഷം 15 കിലോ പോലും. എനിക്കറിയാം അവളുടെ ഒക്കെ മനസ്സിലെടുപ്പ് എന്താണുള്ളത്. എന്താണ് ഒരു മുറുമുറുപ്പ്? നിങ്ങളുടെ പെങ്ങൾ പറയാ എനിക്ക് അവളെ കഴിഞ്ഞ് 15 കിലോ കൂടുതലാന്ന്. നിങ്ങളൊന്ന് നോക്കിയാ എനിക്ക് അവക്കൊക്കെ ഏകദേശം ഒരേ വണ്ണമല്ലേ ഉള്ളൂ. നിനക്ക് അവളെ കാട്ടി കുറച്ച് കുറവുണ്ടെങ്കിലേ ഉള്ളൂ. പിന്നെ അവക്ക് എന്തിന്റെ സൂക്കടാ? എനിക്ക് നീ അവിടെ അടുത്ത് പോയി പറയാനായിട്ട് എന്റെ അടുത്ത് നിന്ന് ചാടേണ്ട കാര്യം എന്താണ്? അന്നേരം അവിടെ സുമേഷും പിള്ളേരും ഒക്കെ ഉണ്ടായിരുന്നു. ഇതിനാണ് പണ്ടുള്ള ഒരു പകൽമാനിയാന്ന് പറയണേ. നോക്കിക്കോ, ഞാൻ 15 കിലോ കുറയ്ക്കും. പോയി കുറയ്ക്കും. ചേട്ടാ പൈങ്കിളി എന്തെങ്കിലും പറഞ്ഞോണ്ട് നീ അളന്നു പോലും നോക്കാതെ 15 കിലോ കുറയ്ക്കാൻ പോണ? ഞാൻ അളന്നൊന്നും നോക്കുന്നില്ല. പിന്നെ നീ വെയിറ്റ് കുറഞ്ഞെന്ന് എങ്ങനെ അറിയും? മഷിയിട്ട് നോക്കൂ. എന്റെ മുന്നിൽ അവള് നിന്നാലേ എന്നെ കാണാൻ പറ്റാതാവുന്നിടത്തോളം ഞാൻ വെയിറ്റ് കുറയ്ക്കും. അതിന് ചരിഞ്ഞു നിന്നാ പോരെ? മനുഷ്യൻ സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോൾ ചുമ്മാ വലിച്ച കോമഡി അടിക്കരുത് കേട്ടോ. പിന്നെ അല്ലാതെ പിള്ളേരെന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞോണ്ട് അവള് പട്ടിണി കിടക്കാൻ പോണു. അല്ല, ഞാൻ പട്ടിണി കിടന്ന നിങ്ങൾക്ക് എന്താ? ഇത് നീ ആദ്യത്തെ തവണയെന്നല്ലോ വെയിറ്റ് കുറയ്ക്കാൻ പോണേ. കഴിഞ്ഞ തവണത്തെ കാര്യങ്ങൾ വല്ല ഓർമ്മയുണ്ടാ? എന്ത് കാര്യം? പട്ടിണി കിടന്നതിന്റെ ദേഷ്യം മുഴുവൻ നീ എന്റെ മണ്ടയ്ക്കാണ് തീർത്തത്. ഉറക്കത്തിൽ നീ എന്നെ കടിച്ചാ നോക്കിയ ഓർമ്മയുണ്ടാ? നിങ്ങൾ കുത്തി വെക്കാൻ പിടിച്ച പോലെ പട്ടിയും കടിച്ചായിരിക്കും. കുത്തി വെക്കാൻ പിടിച്ച പട്ടിയാ? നോക്കടി, നോക്ക്. അല്ല, എന്തിനാ പട്ടിണി കിടന്നാലേ വെയിറ്റ് കുറയുള്ളൂ? നിങ്ങളോട് ആരാ പറഞ്ഞേ? പിന്നെ നീ എങ്ങനെ കുറയ്ക്കും? അതിന് വേറെ പല മാർഗങ്ങളും ഉണ്ട്. എന്തായിരുന്നാലും ഇതൊന്നും നടക്കാതാവുമ്പോ എല്ലാം എന്റെ മണ്ടയ്ക്ക് തന്നെ വരും. എനിക്ക് നന്നായിട്ട് അറിയാം. അതിന് നടക്കാതായാലല്ലേ ഇത് നടക്കും. ഞാൻ നടത്തി കാണിച്ചു തരും. ഇതിലാണോ നടക്കണേ?
ഞാൻ കണ്ട്. കൊള്ളാം, നന്നായിട്ടുണ്ട്. ഇവർക്കൊന്നും വേറെ ജോലിയില്ല. അതെ, അവൻ എന്നെ എന്നിട്ട് ഇങ്ങനെ പിടിച്ചു. ആര്? സുമേഷ്. എന്നിട്ട് അവ ആശുപത്രി തന്നെ? ആ ചിലപ്പോ ആയി കാണും, ഞാൻ കടിച്ചു പറിച്ചു വിട്ടിട്ടുണ്ട്. ആ എങ്കിൽ കുത്താമ്പളി എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു ഇഞ്ചക്ഷൻ കൊണ്ടുവരാൻ പറയാം. അങ്ങനല്ല, അവൻ മൃഗമൊന്നും. ഡേ, നല്ല പരിപാടിയാണ് കാണിച്ചത് കേട്ടാ. എന്തോന്ന് പരിപാടികളിയാ? ഇവിടെ ആ ആശ എടുത്ത് പോയി പറഞ്ഞേക്കണ ഇവളെ കാട്ടി 15 കിലോ കൂടുതലാണ് അതൊക്കെ. അത് ഞാൻ തമാശക്ക് പറഞ്ഞതല്ലേ ചേട്ടാ. തീരെ കിട്ടില്ല. നിനക്ക് തമാശ പറഞ്ഞിട്ട് അങ്ങ് പോയാ മതി. ബാക്കിയുള്ള ഞാൻ ഇവിടെ കിടന്ന് അനുഭവിക്കണേ. ഇതിന് ചേട്ടൻ എന്താ ഇത്ര അനുഭവിക്കാൻ വേണ്ടിട്ട്? എടി, അവള് വെയിറ്റ് കുറയ്ക്കാൻ പോണെന്ന്. അതിപ്പോ എന്തളിയാ, വെയിറ്റ് കുറച്ച ആരോഗ്യത്തിനൊക്കെ നല്ലതല്ലേ? അവക്ക് നല്ല തന്നെ, പക്ഷെ എന്റെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. ഡയറ്റിക്കും എക്സസൈസ് ഒക്കെ തുടങ്ങി കഴിഞ്ഞാല് പരോളിൽ ഇറങ്ങിയ ഗുണ്ടകളൊക്കെ പെരുമാറണുള്ള അവളെ എന്റെ അടുത്ത് പെരുമാറണേ. പരോളിനിറങ്ങിയ ഗുണ്ടകളോ? അത് അവരെങ്ങനെ ഇരിക്കും? ഞാൻ കണ്ടിട്ടില്ലല്ലോ. എന്റെ കൂടെ വന്നാൽ മതി, ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ പറഞ്ഞ അളിയാ ദാവനളി അന്തം വിട്ടോണ്ട്. എന്താ ഇത് കണ്ടിട്ട് മനസ്സിലായില്ലേ? ഞാനാണ് ഇനി ചേട്ടത്തിന്റെ പേഴ്സണൽ ട്രെയിനർ. അടിപൊളി. നോക്കിക്കോ, ഒരു മാസത്തിനോ ചേട്ടത്തിന്റെ 15 കിലോ കുറച്ച് ഞാൻ മണി പോലെ ആക്കും. അടി, വീടിന് ചുറ്റും കിടന്ന് ഇങ്ങനെ നടക്കാതെ ആൾക്കാരെങ്കിലും കണ്ട പ്രാന്തെന്ന് വിചാരിക്കും. അതും ഈ പോങ്ങാൻ്റെ ഉള്ളാണ്ട് പോകണമെങ്കിൽ ഉറപ്പ് വിചാരിക്കും. നീ ഇങ്ങനെ പുറകെ നടന്നതിന് മോട്ടിവേറ്റ് ചെയ്യണം, വളരെ തിരുന്ന് മോട്ടിവേറ്റ് ചെയ്താൽ പോരെ. നിങ്ങൾ നിങ്ങളുടെ കാര്യത്തേക്ക് പോടേ. ചേട്ടത്തി കിടക്ക വെച്ച് കൈ വീശി ഇങ്ങനെ. ഞാൻ നിനക്ക് മറ്റേ ഒരു സ്ഥലത്ത് ഇരുന്ന് ചവിട്ടൂലേ സൈക്കിള്, ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് ആ സൈക്കിൾ വാങ്ങിച്ചു തരാം. നിങ്ങൾ കുറെ വാങ്ങും. ഇരുന്നങ്ങ് ചവിട്ടിയാ മതി അവിടെ. വാങ്ങിച്ചു തരാം അവിടെ. ഓടോ. മതി, നിർത്തിക്കോ. പോയി ഏക്കത്തില്ല. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട് കേട്ടാ. 15 കിലോ ശരീരത്തിൽ കാണേയില്ല.